പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 22-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെയാണെന്ന് കർത്താവിൽ ഈ പ്രഭാതവും വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭ്യമാകുന്ന നിരവധി നന്മകളും അനുഗ്രഹങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തായിരിക്കണമെന്നും തിരുവചനത്തിലുടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണത്തെക്കുറിച്ചാണ് ഭക്തൻ ഇവിടെ സങ്കീർത്തനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കണം എന്നാണ്. ദോഷം എന്താണ്? സ്തോത്രം. ഇന്ന് ആത്മീയ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ഭാഗമാണ് ദോഷം. സ്നേഹിക്കുന്നവർക്കെതിരായി, കൈത്താങ്ങുന്നവർക്കെതിരായി സ്തോത്രം നടത്തിയ ദൈവദാസന്മാർക്ക്, പ്രാർത്ഥിച്ച ദൈവദാസന്മാർക്ക്, ഹല്ലേലൂയ, സഹായിച്ച ദൈവമക്കൾക്ക് എതിരായി ദോഷം പ്രവർത്തിക്കുന്നതല്ലേ ഇന്നും ഓരോ ദിനവും നാം കണ്ടുവരുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കണമെന്ന് തന്നെയാണ് സങ്കീർത്തനക്കാരൻ ശക്തമായും ഇവിടെ ആവശ്യപ്പെടുന്നത്. പലരും രക്ഷിക്കപ്പെടുമ്പോൾ പാപം ചെയ്യുന്നത് നിർത്തുകയും പലതും ഉപേക്ഷിക്കുകയുമൊക്കെ ചെയ്യും എന്നതിന് സംശയമൊന്നുമില്ല. എന്നാൽ ദോഷം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പാപത്തെ ശത്രുവായി കാണുകയും അതിനോട് വെറുപ്പുള്ളവരായി തീരുകയും ചെയ്യണമെന്നാണ് ഇതിലെ ധ്വനി. ആമേൻ. അപ്പോൾ പാപം സ്തോത്രം, ഹല്ലേലൂയ, വെറുക്കണം നാം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ഒറ്റ കുതിപ്പിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതോ ചില ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതോ അല്ല ക്രിസ്തീയ ജീവിതം. കാലങ്ങൾ പലതും കടന്നു പോകുമ്പോൾ മനുഷ്യർ സമ്മർദ്ദനങ്ങൾക്ക് വഴിപ്പെടുകയും ശത്രുവിൻ്റെ നിരന്തരമായ പ്രലോഭനങ്ങൾക്ക് അടിമയായി തീരുവാനുള്ള സാധ്യതയും വളരെയാണ്. ഹല്ലേലൂയ. ആരംഭകാലങ്ങളിൽ സിനിമ കാണത്തില്ല, സ്തോത്രം, ഹല്ലേലൂയ, ചാറ്റിംഗ് നടത്തത്തില്ല, ദൈവഹിതമില്ലാതെ ഒന്നും സംസാരിക്കത്തില്ല, പ്രവർത്തിക്കത്തില്ല, ദൈവമക്കൾക്കെതിരായി ഒന്നും പറയത്തില്ല. നാളുകൾ കഴിയുമ്പോൾ സ്തോത്രം, ദുഷ്ടന്മാരുടെ ആലോചന സ്തോത്രം കേൾക്കാൻ തുടങ്ങുമ്പോൾ, പാപികളുടെ വഴിയിൽ നടക്കാൻ തുടങ്ങുമ്പോൾ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ, പിന്നെ പഴയതെല്ലാം ഉപേക്ഷിച്ചതെല്ലാം പിന്തുടരുവാനിടയാകും. പിന്നെ മദ്യപാനമായി കുഴപ്പമില്ല, സാരമില്ല, ഇന്നൊരു ദിവസമല്ലേ, ഒരു സിഗരറ്റല്ലേ വലിച്ചു, ഒരു ദിവസമല്ലേ ഞാൻ കുടിച്ചുള്ളൂ, വലിച്ചുള്ളൂ, ഇങ്ങനെയൊക്കെ ന്യായീകരണം പറഞ്ഞുകൊണ്ട് പാപം ചെയ്യുവാനിടയാകും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു കാലത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ പലരും സ്തോത്രം, പലരും അവരുടെ ജീവിതത്തിലേക്ക് അതെല്ലാം പിന്നത്തെ എടുക്കാൻ തുടങ്ങും. അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ ആകാതെ ജീവിതം തകർന്നു പോവുകയും ചെയ്യും. അതിന് സാധ്യതകൾ വളരെ കൂടുതലുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ ഒന്നാമത്തെ ദോഷത്തിന് കാരണമായി തീരുവാനിടയാകും. അർഹതയില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ചാറ്റിംഗ്, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളിലേക്ക് മനുഷ്യർ ദിനംതോറും മാറിക്കൊണ്ടിരിക്കുന്നു. ഭർത്താവിനെ സ്നേഹമില്ല, ഭാര്യയെ സ്നേഹമില്ല, മക്കളെ സ്നേഹമില്ല, കുടുംബ ജീവിതത്തിൽ അച്ചടക്കമില്ലാത്ത പെരുമാറ്റങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാ പാപത്തെയും പാപമായി കാണണം.
അതിനോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇടപെടുകയും അതിനെ വെറുപ്പോടും അവജ്ഞയോടും കൂടെ സ്തോത്രം ഹാലയെ കാണുകയും ചെയ്യുമെങ്കിൽ പ്രലോഭനങ്ങളിൽ വീഴാതെയും ദൈവസ്നേഹത്തിൽ നിന്നും അകലാതെയും കഴിയുവാനിടയാകും. പാപമല്ലേ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുന്നത്? വിശുദ്ധ ആരാധനയിൽ നീ പങ്കെടുത്തില്ല എങ്കിൽ, നീ വിശുദ്ധ ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ പാപമല്ലേ? പാപം പെരുകിയിട്ടല്ലേ? പാപ സ്വഭാവം നിന്നിൽ വർദ്ധിച്ചിട്ടല്ലേ? എന്തുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിൽ നിനക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല? പാപം നിന്നെ പിടിച്ചിരിക്കുന്നു. പാപ സ്വഭാവം നീ പിന്തുടരുന്നു. ദൈവഹിതമില്ലാത്ത സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടാണല്ലോ മനുഷ്യൻ പാപത്തിൽ വീണതും ദൈവത്തിൽ നിന്നും അകന്നുപോയത്. ആദാമ്യ രക്തം മനുഷ്യരിൽ ഉള്ളതിനാൽ സാത്താൻ ഇന്നും അനേകരെ പ്രലോഭനങ്ങളിൽ വീഴിച്ചു കൊണ്ടിരിക്കുന്നു. അവളെ നോക്ക്, അവനെ നോക്ക്, അവൻ്റെ കൂടെ പൊക്കോ, അവളെ കൂടെ പൊക്കോ, ഇങ്ങനെയെല്ലാം പാപത്തിൽ വഴിതെറ്റിച്ചുകൊണ്ട് സാത്താൻ ഇന്നും പ്രലോഭനങ്ങൾ വീഴിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ അവിടെ ക്രിയകൾ നിമിത്തം എത്ര തന്നെ ശിക്ഷിച്ചാലും, ദൈവം മനുഷ്യർക്ക് എത്ര നന്മ കൊടുത്താലും അവർ ദൈവത്തോട് മത്സരിക്കുകയും ദോഷം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. വാഹനമില്ലാത്തവർക്ക് വാഹനം കൊടുത്താൽ, വീടില്ലാത്തവർക്ക് വീട് കൊടുത്താൽ, വസ്ത്രം നല്ല വസ്ത്രങ്ങൾ കൊടുത്താൽ, നല്ല സാഹചര്യങ്ങളെല്ലാം കൊടുത്തു, ഇതെല്ലാം അനുഭവിച്ചിട്ട് പിന്നെയും പാപം, രഹസ്യ പാപങ്ങൾ, ഹല്ലേലൂയ, എത്രയോ നീചമായ ദോഷങ്ങൾ ചെയ്തു വരുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നില നാം തിരിച്ചറിയുകയും ദൈവത്തോടുള്ള സ്നേഹത്തിൽ മുതിർന്ന് സ്തോത്രം ഹാലയെ വർദ്ധിച്ചു വരികയും ദോഷത്തെ വെറുക്കുകയും ചെയ്യണം. അതിനുള്ള പരിഹാര മാർഗം ദൈവസ്നേഹം കൊണ്ട് ഉള്ളം നിറയ്ക്കുക എന്നതാണ്. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ദോഷം ചെയ്യുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഭർത്താവിനെ ആത്മാർത്ഥമായി തൻ്റെ ശരീരത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷൻ്റെ ശരീരത്തെ, മറ്റൊരു പുരുഷനെ സ്നേഹിക്കാനോ കഴിയുകയില്ല. ആരുമായും പാപം ചെയ്യുവാനോ ഒരിക്കലും കഴിയുകയില്ല. ഭാര്യയെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരു ദൈവവൈതൻ ഒരിക്കലും മറ്റൊരു സ്ത്രീയുമായിട്ട് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കും ദൈവസഭയെ സ്നേഹിക്കുന്നവർക്കും ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ പാപം ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, പുരോഹിതനാകട്ടെ, വിശ്വാസിയാകട്ടെ, പാപം ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം അവരിൽ ഒട്ടും തന്നെ ഇല്ല. ദോഷത്തെ വെറുക്കുവാൻ നാം ചെയ്യേണ്ട ചില മാർഗങ്ങളെ കുറിച്ചുകൂടി നാം ശ്രദ്ധിക്കണം. ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിച്ചാൽ ദോഷത്തെ വെറുക്കുവാൻ കഴിയും. ആമേൻ. ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. പത്രോസും യോഹന്നാനും മറ്റു ചില ശിഷ്യന്മാരും യേശുവിനെ പിൻപറ്റിയപ്പോൾ തങ്ങളുടെ പടകും വലയും അപ്പനോടുകൂടെ അവിടെ വിട്ടേച്ചു പോയി. എന്നാൽ കർത്താവിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം തങ്ങൾക്ക് നേരിട്ട ആശങ്കകളും കഷ്ടതകളും സ്തോത്രം ഹല്ലേലൂയ, ഭയാനകമായ നിമിഷങ്ങൾ വന്നപ്പോൾ ഉപേക്ഷിച്ച വള്ളവും വലയും വീണ്ടും എടുത്തു, മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടു. എന്നാൽ ഏലീശാ പ്രവാചകൻ നോക്കൂ, ഏലിയാവിൻ്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ താൻ ആദ്യം ചെയ്തത് തനിക്കുണ്ടായിരുന്ന കാളയെയും കലപ്പയെയും സ്തോത്രം ഹാലേലൂയ, കാളയെ കൊല്ലുകയും കലപ്പയെ വെട്ടിക്കീറുകയും ആ വിറക് കൊണ്ടുവന്ന് ആ കാളയെ ദഹിപ്പിക്കുകയും യാഗം കഴിക്കുകയും സ്തോത്രം ഭക്ഷണമുണ്ടാക്കി അനേകർക്ക് കൊടുക്കുകയും ചെയ്തു. പലതും ഉണ്ടായപ്പോൾ മടങ്ങിപ്പോകാതെ സ്തോത്രം ഹാലേലൂയ അവൻ ഏലിയാവിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനിടയായി. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് സ്തോത്രം ഇനി മടങ്ങിപ്പോകാൻ അവസരമില്ലാത്തത് കൊണ്ട് ദൈവം സ്തോത്രം ഹാലേലൂയ ദൈവപുരുഷനായ ഏലിയാവിൻ്റെ ദൈവത്തിൽ ഏലീശയെ ആശ്രയിച്ച് ഇരട്ടി കൃപ പ്രാപിക്കുന്നത് വരെ ഏലിയാവിൻ്റെ പുറകെ നടക്കുവാനിടയായി. പ്രിയ ദൈവവേദിയിലെ ദൈവഭക്തിയിൽ ജീവിക്കുന്നവർക്ക് എന്നും ദോഷം വിട്ടൊഴിഞ്ഞ് പോകുവാൻ കഴിയും. ദോഷം, പാപവും അശുദ്ധിയും വിട്ടുകളഞ്ഞാൽ മാത്രം പോരാ, അതിനെ വെറുക്കുന്നതിനോടൊപ്പം നന്മയുള്ളത് ചെയ്യുകയും വേണം.
ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളണം. അയ്യോ, ആത്മീയ ജീവിതത്തിൽ വ്യാജം, സ്തോത്രം ഹല്ലേലൂയ, ദോഷവും വ്യാജവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പാടുന്നത്. ഇയ്യോബ് എന്ന ഭക്തനെ കുറിച്ച് ദൈവത്തിന് പറയുവാനുള്ളത് ദോഷം വിട്ടകന്നു നടക്കുന്നവനായിരുന്നു എന്ന് 3 പ്രാവശ്യം ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്യുവാനുള്ള വളരെ പ്രലോഭനങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് യോസഫ്. എന്നാൽ ദൈവത്തെ എന്തിനേക്കാളും അധികം സ്നേഹിക്കുന്ന ആ ഭക്തൻ പാപത്തെ, ദോഷത്തെയും വെറുത്ത് ഓടുവാനിടയായി. പ്രിയ ദൈവമൈതലേ, നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും ഉപവസിച്ചവരെയും നമ്മോട് ദൈവവചനം സുത്രം അറിയിച്ചവരെയും നമ്മെ സ്നേഹിച്ചവരും നമ്മെ സഹായിച്ചവരും അവരെയെല്ലാം ഓർക്കുന്നതും അവരെ സഹായിക്കുന്നതും വലിയ നന്മ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം ദൈവസന്നിധിയിൽ ദോഷത്തെ വെറുത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ ഈ പ്രഭാതം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ സുത്രം ഹാലിൽ ഈ എത്ര തന്നെ നമ്മുടെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന, വെണ്മയാക്കുന്ന ഒരു ദൈവകരം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയാണ്. പ്രിയ ദൈവത്തിലെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ ദൈവം നൽകുവാൻ ഇടയാകണമെങ്കിൽ ദോഷത്തെ വെറുക്കണം. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പോൾ നിനക്ക് വാഹനമുണ്ടായിരിക്കാം, നിനക്ക് വലിയ വീടുണ്ടായിരിക്കാം, ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം സ്തോത്രം ഹാലിൽ ഞൊടി നേരം കൊണ്ട് തീരുവാൻ കഴിയും. എന്നാൽ ദോഷത്തെ വെറുത്ത് ദൈവകൃപയിൽ നിന്നാൽ അന്ത്യത്തോളം നിന്നെ നടത്തുന്ന, നരയോളം ചുമക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ പ്രഭാതത്തിൽ ദോഷത്തെ വെറുക്കാമോ? ഭോഷ്കിനെ വെറുക്കാമോ? ഹല്ലേലൂയ. വായി തുറന്നാൽ കള്ളവും കാപട്യവും ഒന്ന് അവസാനിപ്പിച്ച് ദൈവകൃപയിൽ ആശ്രയിക്കാമോ? നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതം കർത്താവേ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും നൽകി ആദരിക്കണം, അനുഗ്രഹിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.